എന്താണ് ഇവ പഠിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ പറ. അതായത് ഈ ചെറുക്കൻ എന്താണ് പഠിക്കുന്നത്? 22 വയസ്സുള്ള ചെറുക്കൻ എന്താണ് പഠിക്കുന്നത്? ഇത്രയും നാൾ എന്തുകൊണ്ട് പഠിച്ചില്ല? ഇത്രയും നാൾ എന്തുകൊണ്ട് പഠിച്ചിനോ എന്ന് അന്വേഷിച്ചില്ല? അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു കടമയില്ലേ? ഇപ്പൊ ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളം ട്രോമയിലായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ മറ്റേൻ്റെ അടിമയായിരുന്നു എന്ന്. ഇവിടെ ഒരുപാട് ആൾക്കാർ വളരെയധികം വിഷമിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പിറ്റേന്ന് ഒരു കഞ്ചാവ് വലിക്കലും മയക്കുമരുന്ന് അടിക്കലൊന്നും അല്ല, അല്ലെങ്കിൽ വെള്ളമടിക്കലൊന്നും അല്ല. ജീവിതത്തോട് പൊരുതുന്ന ആളെ കണ്ടിട്ടുണ്ടോ നീ? ജീവിതത്തോട് പൊരുതുന്ന ആളാ. അതായത് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അതുപോലെ തന്നെ വീടില്ലാതെ, ഭക്ഷണം കഴിക്കാൻ പോലും ഇതില്ലാതെ, പല സ്ഥലങ്ങളിലും പോയിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിതത്തോട് പൊരുതിയ ഒരുപാട് ആൾക്കാരുള്ളതാണ് നമ്മുടെ കേരളത്തിൽ. ഇതൊന്നും കൊല്ലം സുധീൻ്റെ മകനെ അത്രത്തോളം ഇത് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധിയോടല്ലായിരുന്നു ചോദിക്കേണ്ടത്. 17-16 വയസ്സ് വരെ നിങ്ങൾ അമ്മയുണ്ടായിരുന്നു. ആ അമ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയവരെ. നമസ്കാരം. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് മൊത്തത്തിൽ കയറി കുത്തി കലക്കി ഒരു കുടുംബെല്ലാം മൊത്തം കൊളാക്കിയിട്ട് അങ്ങ് വെളിച്ചം എറിയണം എന്നുള്ള സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 10 പൈസ വേണ്ടാതാനും ഇതിൻ്റെ അകത്തുള്ള ഒരു റീച്ചും വേണ്ട. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും പലൊരുത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ട് അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ രേണു സുധീൻ്റെ മറ്റേ സബ്സ്ക്രിപ്ഷൻ ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ നമ്മുടെ ചില ബൾഗറായിട്ടുള്ള റീലില്ല, ഇതൊന്നും എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കിച്ചു എന്ന് പറയുന്ന അവനെ പറ്റി തന്നെയാണ്. അതായത് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. പല ആൾക്കാരും വിചാരിക്കുന്നത് വേറെ എന്തൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ചെറുക്കൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോഴേ 10-22 വയസ്സായി. ഞാനിപ്പോൾ അമ്മയായി കാണുന്നത് രേണു സുധിയെയാണ്. പക്ഷെ അവർ ചില സമയത്ത് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരുടെ അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ ചെറുക്കൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശമായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവൻ കുറേ ട്രോമയുടെ കാര്യവും ഇതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഉത്തരവാദി എന്ന് പറഞ്ഞൊരു 12% മാത്രമാണ് രേണു. ബാക്കി 88% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലസുധി എന്ന് പറയുന്ന ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുക്കിന് 10-16 വയസ്സ് വരെ, അതായത് ഈ കിച്ചു എന്ന് പറയുന്നവന് 10-16 വയസ്സ്. ഈ 16 വയസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ബുദ്ധി വരുന്ന സമയമായിരിക്കുമല്ലോ. അന്നേരമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ്റെ അമ്മ മരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജീവൻ ഒടുക്കുകയോ ചെയ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയെ പോയി കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? അതായത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം അമ്മയല്ലേ, എന്തിനാണ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്നെ ഉപേക്ഷിച്ച് വന്നത് അന്ന് ചോദിച്ചു കൂടായിരുന്നോ പോയിട്ട്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയേണ്ടത്, കൊല്ലസുധി എന്താണ് അയാൾ ചെയ്തത്, എന്തിനാണ് അമ്മ പോയത്? കാരണം അമ്മയ്ക്കും അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെടുക്കാൻ തുല്യ അവകാശമാണ്. അതായത് എന്തിനാണ് ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് എന്തിനാണ് അമ്മ ഉപേക്ഷിച്ച് പോയതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ അമ്മ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുന്നേ കൊല്ലസുധിയുടെ 2ാമത്തെ ഭാര്യ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കൊല്ലസുധി പിന്നെയും അവരെ വിളിക്കുമായിരുന്നു, അവർക്ക് പൈസ കൊടുക്കാറുണ്ട് എന്നുള്ള കാര്യം. അതായത് പണ്ടൊരിക്കൽ നമ്മൾ കേട്ടതാണ്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു സുധീൻ്റെ അടുക്കും ഈ ശാലിനി എന്ന് പറയുന്ന ഇവൻ്റെ അമ്മ വിളിക്കാറുണ്ട്, ഇവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, ഇവനുമായിട്ട് അതായത് ചെറുക്കൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ ഇപ്പോഴും പറയുന്ന ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഈ ചെറുക്കൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് 10-22 വയസ്സായി. പിന്നെ ഇവനെ എത്രത്തോളം പഠിപ്പിക്കാമെന്ന് പിന്നെ ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടിയിട്ട് ഇവൻ്റെ ആരടിക്കും പോയിട്ട് തെണ്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീകണ്ഠൻ നായർക്ക് ഒരു കോള് വിളിച്ചു കഴിഞ്ഞാൽ ഇവന് പിറ്റേ ദിവസം ജോലിയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്? ശ്രീകണ്ഠൻ നായർക്ക് വെറുതെ ഒരു കോള് വിളിച്ചാൽ മതി, ഇവന് പിറ്റേ ദിവസം പണിയാ. അതുപോലെ തന്നെ ഇനി ശ്രീകണ്ഠൻ നായരെ വിളിക്കേണ്ട, അനൂപിനെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവൻ്റെ കുറേ ആൾക്കാരുണ്ട്, ഇവൻ്റെ അച്ഛൻ്റെ കൂട്ടുകാർ, അവരെ വിളിച്ചാൽ മതി. ഒരാൾ പോലും കൈവിടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആ ചെറുക്കനെ പഠിക്കാൻ പണമില്ലായിട്ട് വേറെ ഒന്നുമല്ല. അവന് ഒന്ന് ഞൊടിച്ചാൽ അവൻ്റെ ആൾക്കാർ, അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കൾ ഓടി വരും. ഇപ്പോഴെന്തുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുക്കന് 10-22 വയസ്സായി. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് നമ്മൾ ആ ഒരു നിലയിൽ വളർന്നു വരുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടു, ചെറുക്കൻ്റെ എല്ലാ പഠന ചെലവും ഞങ്ങൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. അതുപോലെ തന്നെ ഗൂഗിൾ നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താണ് ഇവ പഠിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ പറ. അതായത് ഈ ചെറുക്കൻ എന്താണ് പഠിക്കുന്നത്? 22 വയസ്സുള്ള ചെറുക്കൻ എന്താണ് പഠിക്കുന്നത്? ഇത്രയും നാൾ എന്തുകൊണ്ട് പഠിച്ചില്ല? ഇത്രയും നാൾ എന്തുകൊണ്ട് പഠിച്ചിനോ എന്ന് അന്വേഷിച്ചില്ല? അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു കടമയില്ലേ?
ഇപ്പം ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളം ട്രോമയിലായിരുന്നു, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ മറ്റേൻ്റെ അടിമയായിരുന്നു എന്ന്. ഇവിടെ ഒരുപാട് ആൾക്കാർ വളരെയധികം വിഷമിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പിറ്റേന്ന് തന്നെ ഒരു കഞ്ചാവ് വലിക്കലും മയക്കുമരുന്ന് അടിക്കലൊന്നും അല്ല, അല്ലെങ്കിൽ വെള്ളമടിക്കലൊന്നും അല്ല. ജീവിതത്തോട് പൊരുതുന്ന ആളെ കണ്ടിട്ടുണ്ടോ നീ? ജീവിതത്തോട് പൊരുതുന്ന ആളാണ്. അതായത് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അതുപോലെ തന്നെ വീടില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും ഇതില്ലാതെ പല സ്ഥലങ്ങളിലും പോയിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിതത്തോട് പൊരുതിയ ഒരുപാട് ആൾക്കാരുള്ളതാണ് നമ്മുടെ കേരളത്തിൽ. ഇതൊന്നും കൊല്ലം സുധീൻ്റെ മകനെ അത്രത്തോളം ഇത് അതിനെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയോടല്ലായിരുന്നു ചോദിക്കേണ്ടത്. 17-16 വയസ്സ് വരെ നിങ്ങൾ അതായത് നിങ്ങൾക്ക് 16 വയസ്സുള്ളപ്പോൾ 16 വയസ്സ് വരെ ജീവിച്ചിരുന്ന നിങ്ങൾ അമ്മയുണ്ടായിരുന്നു. ആ അമ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മ ഇനി വേറെ ആരുടെയെങ്കിലും കൂടെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മ അവരുമായിട്ട് ജീവിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അവിടെയും മകൻ എന്ന് പറയുന്ന സ്ഥാനം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മയോട് വാങ്ങിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അമ്മയാണെങ്കിൽ അതിനും വലുത്. അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ഈ പയ്യനെ തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ഇവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ നോക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സ്ത്രീ ശരിയാണ്. കാരണം 1.5 വയസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുപോലെയുള്ള സാഹചര്യമാണെങ്കിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ പരിഹസിക്കത്തേ ഉള്ളൂ. അതാ ഒളിച്ചോടിയ പെണ്ണിൻ്റെ മോനല്ലേ എന്നേ പറയത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. അതുകൊണ്ട് തന്നെ അതിലൊരുപാട് ട്രോമ ഉണ്ടാകും. ഇപ്പോഴിപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ രേണു സുധി പോകുന്ന ചില വഴികളെ അതെന്ന് പറയുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു വൾഗറായിട്ടാണ് തോന്നുന്നത്. അപ്പോഴൊക്കെ സുധിച്ചേട്ടന് വേണ്ടിയാണ് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ മര്യാദ രേണു സുധിയും പുലർത്തണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുക്കൻ വളർന്നു വരുന്നുണ്ട്, ആ ചെറുക്കൻ്റെ കൂട്ടുകാരും മറ്റവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സ്ത്രീകളായാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എന്ന് പറഞ്ഞ ഒരുപാട് പേര് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കാശുണ്ടാക്കാം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവരൊക്കെ എന്ന് പറയുന്നത് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കള്, കുടുംബം, കുട്ടികൾ, അഭിമാനം, അന്തസ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പറയും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തും കാണിച്ച് നടക്കും എന്ന് പറയുന്ന ഒരു ടീമും ഉണ്ട് ഇവിടെ. ആ ടീമിനോട് നമുക്ക് യാതൊരുവിധ വിരോധവും ഇല്ല, ഉപദ്രവിക്കരുതെന്നേ പറയാനുള്ളൂ. അതായത് ആരെങ്കിലും കുടുംബമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പൈസക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലെങ്ങാറ്റുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇന്നലെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്, ഞാൻ മെയ് 28 വരെ ഇവിടെ ഉണ്ടാവില്ല, മെയ് 3-ാം തീയതി ഞാൻ നാട്ടിൽ പോകും, ഇപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്, നിങ്ങളെല്ലാവരും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരൂ. കാരണം എന്തിനാ വിളിക്കുന്നത് നിങ്ങൾക്കറിയാം? അതായത് പച്ച മലയാളത്തെ പറഞ്ഞാൽ അതിന് തന്നെയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് എൻ്റെ മക്കൾ 3 പേര് പഠിക്കുകയാണ്. ആ മക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് ഞാൻ പറയുന്നത്. അതായത് പലരും വിചാരിക്കുന്ന ഒരു കാര്യം, നാണം കെട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും നാണക്കേട് ആ പൈസ തീർക്കും എന്ന് പണ്ടാരോ പറഞ്ഞിന് പോലും. എൻ്റെ പൊന്നു മക്കളെ, ഇപ്പോൾ ഒന്നും ആരും അത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാന്നറിയോടാ, ഇതാരാന്നറിയോ നിനക്ക്, ഇതാണ് ചോദിക്കുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുറേ നാൾ മുമ്പ് ഏപ്പറത്തിൽ അഭിനയിക്കുന്ന ഒരു നടി പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് ഇവർ ചെയ്യുമ്പോൾ ഇതുപോലെ നെറ്റ് വരുന്നോ അല്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് കാണാൻ പറ്റുന്നോ ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ അന്നൊക്കെ ഇതൊക്കെ ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ അവർ ചെയ്യത്തില്ല. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ആരടിച്ചു കഴിഞ്ഞാലും ഇന്നാളെ പേരടിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പം അവരന്ന് ചിന്തിച്ചിട്ടില്ല ഇതൊന്നും. അതുപോലെ തന്നെയാണ് പലരും. ഇതിനിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ ഈ ഐറ്റം ഡാൻസൊക്കെ കളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സിനിമ, ഞാൻ അഭിനയിച്ച സിനിമ ആരെങ്കിലും തരാൻ തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എടുത്ത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊച്ചുമക്കളും മക്കളൊക്കെ ആയിട്ട് ഇതെടുത്ത് കാണുമ്പോഴാണ് മറ്റേ ഡാൻസ് ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഡാൻസ് ഇതാന്ന് പൊങ്ങി വരുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പൈസയുണ്ട്, പക്ഷേങ്കിലെന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ മീൻ്റെ പേരിൽ നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നാണം കെട്ട് പൈസ ഉണ്ടാക്കിയാൽ എപ്പോഴും ആ പൈസ നിലനിൽക്കൂല, ഇതിന് വേറെ ഇത് വരും. അതുകൊണ്ട് എനിക്ക് കിച്ചു സുധി എന്ന് പറയുന്ന കിച്ചുവിനോട് പറയാനുള്ളത്, മോനെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രേണുവല്ല, അത് സ്വന്തം അമ്മ തന്നെയാണ്. ആ അമ്മയോട് അന്ന് ചോദിക്കാമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന്. 16 വയസ്സുകാരന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. അല്ലാതെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴെന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ പെടുത്താം എന്ന് നീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്നെ ഒരു വ്യക്തി നിന്നെ ആ കേസ് പെടുത്തടാ, നീ പോയി പെടുത്തടാ എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. കാരണം എന്താ, ഞാൻ ശരിയാണ്, ആ ശരി എനിക്കറിയാം, അതെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. പക്ഷെ എന്നെ നാളെ പെടുത്തിയേക്കാം എന്ന് പറയുമ്പോൾ ആ മുഖത്തുള്ള ഭയം, ആ കണ്ണിലുള്ള ഭയം, അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്.
നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യട്ടെ. ഇത് ആരും വെള്ളപൂശാനില്ല, രേണുവിനെ വെള്ളപൂശാനില്ല, അതുപോലെ തന്നെ ചെറുക്കനെ വെള്ളപൂശാനില്ല. പക്ഷേങ്കിൽ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ചിട്ട് അടിച്ച് പരത്തിയിട്ട് അങ്ങ് കളയാനും നമ്മൾ ആളല്ല. അവരെ കുടുംബമാണ്, അവരെ ഇതാണ്. നന്ദി, നമസ്കാരം.